ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ പ്രസവത്തോടെ അമ്മയും കുഞ്ഞും മരിക്കുമെന്നും അവളുടെ അഹങ്കാരത്തിന് ദൈവം നൽകാൻ പോകുന്ന ശിക്ഷ അതാണെന്നെല്ലാം പറഞ്ഞുകൊണ്ട് മോഹിനിയെ അങ്ങേയറ്റം വേദനിപ്പിച്ചുകൊണ്ടാണ് പ്രതാപനും മുത്തശ്ശിയും തീർത്ഥാടനത്തിനായിട്ട് പോകുന്നത്. പിന്നീട് ലേഖ ഇന്നലെ ദുസ്വപ്നം കണ്ടു എന്നും കണ്ണേട്ടനെ കാണുമ്പോൾ മഹിക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്നെല്ലാം ചോദിക്കണമെന്നെല്ലാം ലേഖ പറയുമ്പോൾ, മഹി ഇനി ഇവിടെ കൊണ്ടുവന്ന് വിട്ടാലേ നിനക്ക് സമാധാനമാവുമെന്ന് പറയുന്നുണ്ട് അനന്തു. കണ്ണേട്ടനോട് മഹി എത്രയും പെട്ടെന്ന് ഇവിടേക്ക് കൊണ്ടുവരാൻ പറയണമെന്ന് ലേഖ പറയുമ്പോൾ, അവർ ഭാര്യയും ഭർത്താവുമാണ്. മഹി പ്രഗ്നൻ്റ് ആയതിനു ശേഷം ഇവിടെയായിരുന്നല്ലോ കൂടുതൽ ദിവസവും, ഇടയ്ക്ക് അവർക്കും ഒരു പ്രൈവസി വേണം എന്ന് തോന്നില്ലേ എന്നെല്ലാം അനന്ത് ചോദിക്കുമ്പോൾ, കരുണ ഇനി കഴിക്കാൻ കൊടുക്കുന്ന ഭക്ഷണത്തിൽ എന്തെങ്കിലും കലർത്തി കൊടുക്കുമോ എന്നുള്ളൊരു പേടിയുണ്ടെന്ന് ലേഖ വീണ്ടും പറയുമ്പോൾ, കരുണ കഴിക്കാൻ കൊടുക്കുന്ന ഭക്ഷണം കണ്ണൻ ആദ്യം കഴിക്കും, എന്നിട്ടേ മഹിക്ക് കൊടുക്കൂ എന്ന് പറയുന്നുണ്ട് അനന്തു. വീണ്ടും കരുണയും കണ്ണേട്ടൻ്റെ രണ്ടാനമ്മയും ചേർന്ന് മനഃപൂർവ്വം എന്തെങ്കിലും ചെയ്ത് മഹിയെ അപായപ്പെടുത്താൻ ശ്രമിക്കുമോ എന്നുള്ളൊരു പേടി ലേഖ പറയുമ്പോൾ, കണ്ണൻ അവിടെയുള്ളപ്പോൾ ഒന്നും സംഭവിക്കില്ല എന്നും ഈ പറയുന്നവർക്കും ജീവിക്കണമെന്ന് ആഗ്രഹം തോന്നുന്നില്ലേ എന്ന് പറയുന്നുണ്ട് അനന്തു. പിന്നെ ഇപ്പോൾ മഞ്ജുവും ഉണ്ടല്ലോ എന്ന് അനന്തു പറയുമ്പോൾ, ഈ സാഹചര്യത്തിൽ അമ്മയാകാൻ പോകുന്ന രണ്ട് പെൺകുട്ടികൾ അവിടെ നിൽക്കുന്നത് ശരിയല്ല എന്ന് ലേഖ പറയുമ്പോൾ, എനിക്കിത് എന്തായാലും കണ്ണനോട് പറയാൻ പറ്റില്ല, നീ തന്നെ ഇത് നേരിട്ട് പറയാൻ പറയുന്നുണ്ട് അനന്തു ലേഖയോട്. വീണ്ടും താൻ കണ്ട ദുസ്വപ്നത്തെക്കുറിച്ച് പറഞ്ഞ് ലേഖ ഭയപ്പെടുമ്പോൾ അനന്തു അതിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ടെങ്കിലും അത് പറയാനുള്ള ശക്തി എനിക്കില്ല എന്ന് ലേഖ പറയുമ്പോൾ, കണ്ട സ്വപ്നം മറ്റുള്ളവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കില്ല എന്ന് പറയുന്നുണ്ട് അനന്തു. ഇതും നടക്കില്ല, പക്ഷേ എങ്കിലും ഒരു പേടിയെന്ന് പറയുന്നുണ്ട് കേട്ടോ ലേഖ. കുറച്ച് കഴിഞ്ഞ് നീ തന്നെ മഹിയെ വിളിച്ചിട്ട് മഞ്ജുവിനെയും കൂട്ടി ഇവിടേക്ക് വരാൻ പറയാം, ഞാൻ സാഗറിനോടും ഇവിടെ വന്ന് നിൽക്കാൻ പറയാം, കൂട്ടത്തിൽ കണ്ണേട്ടനും ഇവിടെ വന്ന് നിൽക്കട്ടെ എന്ന് പറയുന്നുണ്ട് കേട്ടോ ലേഖ അത് കേൾക്കുമ്പോൾ. തുടർന്ന് ഇടയ്ക്കൊക്കെ കണ്ണേട്ടൻ തറവാട്ടിലേക്ക് പോയാൽ മതി എന്ന് ലേഖ പറയുമ്പോൾ, എല്ലാവരും കൂടി തറവാട്ടിൽ നിന്ന് മാറിക്കൊടുത്താൽ മഹി കുഞ്ഞിനെയും കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ അവിടെയുള്ളവർക്കൊക്കെ അത് വലിയ ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറയുന്നുണ്ട് അനന്തു. പിന്നീട് ഉണ്ണി സുഖമായിട്ട് കിടന്നുറങ്ങുകയാണ്. ഇതേ സമയം കരുണയാണെങ്കിൽ അന്ന് ലക്ഷ്മിയെ പെണ്ണ് കാണാൻ വന്ന സമയത്ത് കണ്ണൻ വീൽ ചെയറിലായിരുന്നു എന്നറിഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷിച്ചു എന്നും, പക്ഷേ ഇപ്പോഴത്തെ തൻ്റെ അവസ്ഥ കമലേശ്വരത്തെ വെറും ഒരു അടക്കളക്കാരിയാണ്, ആ ഒരു അവസ്ഥയെക്കുറിച്ച് ഓർത്ത് വിധിയെല്ലാം മാറി മറിഞ്ഞല്ലോ എന്നോർത്ത് കലി വരികയാണ് കേട്ടോ കരുണയ്ക്ക്. സമനില തെറ്റിയ പോലെ ആവുന്നുണ്ട്. ഇതേ സമയം മഹി മുകളിലേക്ക് വരുന്നുണ്ട് കരുണയെ കാണുന്നതും, നീ എന്താ കുളി കഴിഞ്ഞ് അടുക്കളയിലേക്ക് കയറാത്തത്, പൂജാമുറിയിൽ വിളക്ക് കൊളുത്തിയിട്ടില്ലല്ലോ എന്നെല്ലാം ചോദിക്കുമ്പോൾ മഹിയെ തുറിച്ചു നോക്കുകയാണ് കേട്ടോ കരുണ. മഞ്ജുവിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കണമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ എന്ന് ചോദിക്കുമ്പോൾ, മനസ്സില്ല എന്നും ഇനി ആരുടെയും കാര്യങ്ങൾ നോക്കാൻ ഞാൻ തയ്യാറല്ല എന്നും പറഞ്ഞുകൊണ്ട് കലിതുള്ളാണ് കേട്ടോ കരുണ. തുടർന്ന് വാശി വേണ്ട എന്നും നീ നിൻ്റെ രീതികളുമായിട്ട് മുന്നോട്ട് പോകാനാണ് ഭാവിച്ചിരിക്കുന്നതെങ്കിൽ കണ്ണേട്ടൻ വെറുതെ ഇരിക്കില്ല എന്ന് മഹി പറയുമ്പോൾ, അയാളോട് വെറുതെ ഇരിക്കണമെന്ന് ആരാ പറഞ്ഞതെന്ന് തിരിച്ച് ചോദിക്കുന്നുണ്ട് കേട്ടോ കരുണ. നീ എന്തോ ഭാവിച്ചിട്ടാണല്ലോ എന്ന് മഹി ചോദിക്കുന്നതും, ആരാടി നീ, കല്യാണം കഴിയുന്നതിന് മുൻപ് നിനക്ക് എൻ്റെ മുൻപിൽ ഇരിക്കാൻ പോലും ഉള്ള യോഗ്യത ഉണ്ടായിരുന്നോ എന്ന് കരുണ ചോദിക്കുമ്പോൾ, അതൊന്നും എനിക്കറിയണ്ട, അതിനുശേഷം ഇപ്പം എന്താണ് നടക്കുന്നത് അതിനനുസരിച്ച് ജീവിച്ചാൽ മതി എന്ന് മഹി പറയുന്നതും, ജീവിക്കാൻ മനസ്സില്ലെങ്കിലോ എന്ന് കരുണ തിരിച്ചു ചോദിക്കുമ്പോൾ, എങ്കിൽ നീ ഒരുപാട് വില നൽകേണ്ടി വരുമെന്ന് മുന്നറിയിപ്പാണ് മഹി നൽകുന്നത്. ഞാൻ ഒരുപാട് ക്ഷമിച്ചു, സഹിച്ചു, ഇനി നീ പറഞ്ഞത് കേൾക്കാൻ വേണമെങ്കിൽ നീ പൈസ കൊടുത്ത് ആളെ വെക്കണം എന്ന് പറയുന്നുണ്ട് കേട്ടോ കരുണ. തുടർന്ന് ഞാൻ പറയുന്നത് പോലെ ജീവിക്കാൻ തയ്യാറല്ലെങ്കിൽ കണ്ണേട്ടൻ പുറത്തു പോയിരിക്കുകയാണെന്നും തിരിച്ചു വരുമ്പോൾ നീ ഇതുപോലെ കണ്ണേട്ടനോട് സംസാരിച്ചാൽ മതി എന്ന് പറയുന്നുണ്ട് കേട്ടോ മഹി. ധിക്കാരം കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എൻ്റെ അച്ഛനെ കോടതിയിൽ കയറ്റുമായിരിക്കും, അച്ഛൻ മാത്രമല്ല ഞാനും ജയിലിൽ കിടക്കാൻ തയ്യാറാണെന്ന് പറയുന്നുണ്ട് കരുണ. തറവാട്ടിൽ പോയപ്പോൾ നിൻ്റെ അച്ഛനും മുത്തശ്ശിയും തന്ന ഉപദേശം കേട്ട് നീ നിൻ്റെ ഭാവി ഇല്ലാതാക്കാനുള്ള സംസാരം നിർത്തുന്നതാണ് നല്ലതെന്ന് മഹി പറയുമ്പോൾ, എന്നെക്കൊണ്ട് വീട്ടുജോലി ചെയ്യിക്കുന്നതിൽ നിങ്ങൾക്കൊരു കുറ്റബോധവും ഇല്ലേ എന്ന് കരുണ ചോദിക്കുമ്പോൾ, അതുകൊണ്ട് നിനക്ക് നാളെ ഗുണമേ ഉണ്ടാകൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ മഹി. അങ്ങനെ ഒരു ഗുണം എനിക്ക് വേണ്ട എന്നും മറ്റാർക്കെങ്കിലും വേണ്ടി വെച്ച് വിളമ്പാൻ എന്നെ കിട്ടില്ല, മറ്റുള്ളവർ ഉണ്ടാക്കി വയ്ക്കുന്നത് മുന്നിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ എനിക്കത് കഴിക്കാനേ പറ്റൂ എന്ന് കരുണ സമനില തെറ്റിയ പോലെ വീണ്ടും പറയുന്നുണ്ട്. ഇവിടെ അത് നടക്കില്ല എന്നും ഞങ്ങൾ ഇനി ഒരു കോംപ്രമൈസിനും തയ്യാറല്ല, ഞങ്ങളെ അനുസരിച്ച് ജീവിക്കാൻ തയ്യാറല്ലെങ്കിൽ നീ ഇനി അനുഭവിക്കേണ്ടി വരും, നീ മനസ്സിൽ പോലും ചിന്തിക്കാത്ത കാര്യങ്ങളായിരിക്കും നിന്റെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നത് എന്നൊരു താക്കീത് നൽകിയതിന് ശേഷം മഹി താഴേക്ക് ഇറങ്ങാൻ തുടങ്ങുന്നതും, മഹിയോട് അകടങ്ങാത്ത പക മനസ്സിൽ സൂക്ഷിക്കുന്ന കരുണയാണെങ്കിൽ മഹാലക്ഷ്മിയെ ചവിട്ടി വീഴ്ത്തുന്നുണ്ട് കേട്ടോ. ഇത് കാണുന്ന മഞ്ജു ആണെങ്കിൽ ഏട്ടത്തി എന്ന് വിളിച്ചുകൊണ്ട് ചെല്ലുന്നു. മഹിയാണെങ്കിൽ അബോധാവസ്ഥയിലാണെങ്കിലും എൻ്റെ കുഞ്ഞ് എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ദുർഗയും അവിടേക്ക് വരുന്നുണ്ട്. ഇതേ സമയം എന്താണെന്ന് ചോദിച്ചുകൊണ്ട് ഉണ്ണി കരുണയുടെ അടുത്തേക്ക് വരുമ്പോൾ അവൾ സ്ലിപ്പായി വീണതല്ല,
ഞാൻ തള്ളി വീഴ്ത്തിയതാണെന്ന് പറഞ്ഞുകൊണ്ട് കരുണ പോകുന്നു. ശരിക്കും ഒരു സമനില തെറ്റിയതുപോലെയാണ് കേട്ടോ കരുണ. പിന്നീട് കാണിക്കുന്നത് മഹിയെ കഷ്ടപ്പെടുത്തിയതിന് ദൈവം കരുണയ്ക്ക് നൽകിയ ഏറ്റവും വലിയൊരു ശിക്ഷയാണ് ഇത് എന്നും അവളിനി നിന്റെ വീട് തൂത്തു തുടച്ച് വശം കെടുമെന്നും പക്ഷേ ആ പ്രതാപനെ സൂക്ഷിക്കണം. അയാളുടെ മകളുടെ കഷ്ടപ്പാട് കണ്ടിട്ട് മഹിയെ വീണ്ടും അയാൾ അപായപ്പെടുത്താനുള്ള നീക്കങ്ങൾ ചിലപ്പോൾ നടത്തിയേക്കാം. അതുകൊണ്ട് അയാളെ ശ്രദ്ധയോടെ വീക്ഷിക്കണം എന്നെല്ലാം അനന്തു കണ്ണനോട് പറയുന്നുണ്ട്. ഇനി ഒരുപാട് ഭയന്നിട്ട് കാര്യമില്ല എന്നും ഇനിയിപ്പോൾ എന്തായാലും നാളെ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ മഹിക്കും കുഞ്ഞിനും അവിടെ ജീവിക്കാനുള്ളതല്ലേ എന്നെല്ലാം കണ്ണൻ പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ലേഖയ്ക്ക് ആ കുഞ്ഞിനെ ലാളിക്കാനുള്ള ആഗ്രഹം, കുഞ്ഞിൻ്റെ കാര്യങ്ങൾ നോക്കാനുള്ള ആഗ്രഹം ഉണ്ടെന്നും നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഒരുമിച്ച് താമസിക്കുന്നതിനെക്കുറിച്ചെല്ലാം അനന്തു കണ്ണനോട് സംസാരിക്കുന്നുണ്ട്. ഇതേസമയം മഞ്ജു വിളിച്ചിട്ട് മഹാലക്ഷ്മി സ്റ്റേർ കേസിൽ നിന്നും താഴെ വീണ കാര്യം കണ്ണനെ അറിയിക്കുന്നു. അപ്പോൾ കണ്ണനാണെങ്കിൽ അത് കേട്ട് ശരിക്കും വല്ലാതാവുന്നുണ്ട് കേട്ടോ. തുടർന്ന് കണ്ണൻ അനന്തുവിനോടും കാര്യം പറയുന്നു. അങ്ങനെ അവർ വേഗം ഒട്ടും സമയം കളയാതെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് കരുണ തറവാട്ടിലെത്തുന്നതാണ്. പതിവില്ലാതെ കരുണയെ കാണുന്നതും നീ എന്താ വന്നതെന്ന് ചോദിക്കുമ്പോൾ അവരെവിടെയെന്ന് കരുണ തിരിച്ചു ചോദിക്കുന്നതും അവരൊരു തീർത്ഥാടനത്തിന് പോയിരിക്കുകയെന്ന് പറയുന്നുണ്ട് മോഹിനി. നീ എന്താ ഉണ്ണിയുമായിട്ട് വഴക്കിട്ടോ എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ മാറ്റം എന്താണെന്ന് വൈകാതെ അമ്മ അറിയുമെന്ന് പറയുന്നുണ്ട് കേട്ടോ കരുണ. എന്താ പറ്റിയത് എന്ന് വീണ്ടും മോഹിനി ചോദിക്കുന്നുണ്ടെങ്കിലും ഒന്നും പറ്റിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് മോഹിനിയുടെ നേരെ ചൂടാവുകയാണ് കരുണ ചെയ്യുന്നത്. തുടർന്ന് നീ എന്തിനാ ഇങ്ങനെ ചൂടാവുന്നതെന്ന് ചോദിക്കുമ്പോൾ അതിനും തർക്കുത്തരം തന്നെയാണ് കേട്ടോ, തർക്കുത്തരം പോലെയാണ് കരുണ മറുപടി കൊടുക്കുന്നത്. തുടർന്ന് നീ കണ്ണനും ലക്ഷ്മിയുമായിട്ട് വഴക്കിട്ട് പോകുന്നു അല്ലേ എന്ന് മോഹിനി ചോദിക്കുമ്പോൾ എൻ്റെ അച്ഛൻ ചെയ്ത തെറ്റിന് ഞാൻ ശിക്ഷ അനുഭവിക്കാൻ തയ്യാറല്ല എന്ന് പറയുന്നുണ്ട് കരുണ. നിൻ്റെ അച്ഛൻ ജയിലിൽ കയറാതെ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണെന്ന് മോഹിനി പറയുമ്പോൾ അങ്ങനെ രക്ഷപ്പെട്ടെങ്കിൽ അതിന് അവർ രണ്ടുപേരും ചേർന്ന് എന്നെ അവിടെ ഇട്ട് വറുത്തു കോരി. ഇനി അത് നടക്കില്ല എന്നും അതിലും നല്ലത് ജയിലിൽ പോയി കിടക്കുന്നതാണെന്നെല്ലാം കരുണ പറയുമ്പോൾ അതിന് ജയിലിൽ കിടക്കാൻ മാത്രം നീ എന്താ ചെയ്തത് എന്ന് വീണ്ടും മോഹിനി ചോദിക്കുമ്പോൾ പോയി തിരക്ക് എന്ന് പറഞ്ഞുകൊണ്ട് സമനില തെറ്റി അകത്തേക്ക് പോവുകയാണ് കേട്ടോ കരുണ. അപ്പോൾ ഇത് കാണുമ്പോൾ മോഹിയുടെ മനസ്സിലൂടെ പലവിധ സംശയങ്ങളും ഉണ്ടാകുന്നുണ്ട്. തുടർന്ന് മോഹിനി മഹിയെ വിളിച്ച് നോക്കുന്നുണ്ടെങ്കിലും കിട്ടുന്നില്ല. പിന്നീട് കണ്ണനും അനന്തവും മഞ്ജുവും ചേർന്ന് മഹിയെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നു. ശേഷം മഞ്ജു ആണെങ്കിൽ കണ്ണനെ ആ ഞെട്ടിക്കുന്ന സത്യം അറിയിക്കുന്നുണ്ട്. സ്റ്റെയർ കേസിൻ്റെ മുകളിൽ നിന്നും കരുണ മഹാലക്ഷ്മിയെ താഴേക്ക് തള്ളിയിട്ടു എന്നുള്ള ഒരു ഞെട്ടിക്കുന്ന സത്യം അറിഞ്ഞ് രക്തം തെളിച്ച് പോവാണ് കേട്ടോ കണ്ണൻ്റെ. അത് കേൾക്കുന്ന കണ്ണനാണെങ്കിൽ നമ്മൾ മഹിയെ അവിടെ കൊണ്ടുവന്ന് നിർത്തിയത് വലിയ തെറ്റായിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട് വിഷമിക്കുന്നു. തുടർന്ന് അവരെ എല്ലാവരെയും വീട്ടിൽ നിന്നും അടിച്ചിറക്കുകയാണ് വേണ്ടതെന്ന് പറയുന്നുണ്ട് കേട്ടോ മഞ്ജു. പിന്നീട് കാണിക്കുന്നത് അനന്തു വീട്ടിലെത്തുന്നു. പെട്ടെന്ന് ഹോസ്പിറ്റൽ വരെ പോകണമെന്നും കരുണയെ വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തിയപ്പോൾ ഒരു കൊലപാതകി അവളുടെ ഉള്ളിലുണ്ടെന്നുള്ള കാര്യം കണ്ണൻ ചിന്തിച്ചില്ല. തുടർന്ന് നടന്ന കാര്യങ്ങളെല്ലാം ലേഖയോട് പറയുന്നുണ്ട് കേട്ടോ അനന്തു. മഹി ഐസിയുവിലാണെന്ന് പറയുന്നു. അത് കേട്ട് ഞെട്ടലോടെ നിൽക്കുന്ന ലേഖയെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്